ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നല്ലോ. വളരെ ശക്തമായി പവർ വിഷനിലൊക്കെ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഈ ദൈവദാസനെ പറ്റി ചിലരൊക്കെ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. പെട്ടെന്നാണ്, ചില ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടേ പറയുന്നതാണ്, എങ്കിലും ഇന്നാണ് അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യുവാനും ഞാൻ പറഞ്ഞു വൈകിട്ട് നിങ്ങളുടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അന്നേരം തന്നെ വളരെ വളരെ ഉത്സാഹത്തോടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കഴിയുന്നവരും സാഹചര്യമുള്ളവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ തിരക്കുള്ളൊരു ദൈവദാസനാണ്, നമ്മളോട് ദൈവവചനം പറയുവാൻ കയറി വന്നപ്പോൾ നിങ്ങൾ സാഹചര്യമുള്ളവരൊക്കെ വീഡിയോ ഓണാക്കി ദൈവസേനയിൽ ഇരിക്കണം. നമ്മളോടുള്ള ദൈവിക ദൂത്, അദ്ദേഹം വലിയ അനുഗ്രഹീതനായ ഒരു പ്രവചന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. നിങ്ങൾ കഴിവുള്ളവർ സ്തോത്രം ഹല്ലേലൂയ വീഡിയോ ഓണാക്കി ആയിരിക്കുക. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എനിക്ക് അദ്ദേഹത്തെ വലിയ മുൻപരിചയമൊന്നുമില്ല, എങ്കിലും അദ്ദേഹത്തെ പറ്റി കേട്ടുകേൾവിയുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കടന്നു വന്നുവല്ലോ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, താൻ പറഞ്ഞ എന്നെ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ എല്ലായിടത്തും പോസ്റ്ററിലൊക്കെ പാസ്റ്റർ എന്നാണ് ഞാൻ കണ്ടത്. എനിവേ, അതിലൊന്നുമില്ല, കാര്യം കർത്താവ് തന്നെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ വളരെ ആദരവോടെ, വളരെ കർത്താവ് ദൈവികമായി നമുക്ക് ക്ഷണിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ ദൈവദാസൻ ചെയ്യുന്നതായിരിക്കും. പ്രിയ ജേക്കബ് ടി പോൾ, പ്ലീസ്. പ്രൈസ് ലോർഡ്. അനുഗ്രഹിതമായി നല്ല രാത്രിക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവജനത്തോട് ഒരുമിച്ച് ഈ രാത്രി കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ കർത്താവ് എനിക്കും അവസരങ്ങളെ തരുന്നല്ലോ. അഗപ്പെ ചർച്ചിന്റെ നേതൃത്വ നിരയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനുമായിട്ട് സംസാരിപ്പാനും ഈ രാത്രി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഒക്കെ സർവ്വകൃപാലുവായ കർത്താവ് സാധുവായ അടിയന്റെ ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരങ്ങൾക്ക് സ്തോത്രം. ഈ രാത്രി സൂം പ്ലാറ്റ്ഫോമിലൂടെ യോഗത്തിൽ പങ്കുചേരുന്ന എല്ലാ ദൈവജനത്തെയും ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ സജി പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകം വന്ദനം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കളുടെയും പേര് പറഞ്ഞ് വന്ദനം ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധ്യമാകാതിരിക്കുന്നത് എനിക്കറിയില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിയോഗത്തോട് പറയാം, സകല മനുഷ്യരുടെയും പേരറിയാവുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. ആയിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് നമ്മോട് ഇടപെടാൻ പ്രാപ്തിയുള്ള ദൈവമാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എന്നെക്കാളും ശ്രേഷ്ഠരും പ്രബുദ്ധരും ശക്തരുമായ ഒരു കൂട്ടം ദൈവജനത്തിന്റെയും ദൈവദാസന്മാരുടെ നടുവിലാണ് സാധുവായി ഞാൻ ഈ രാത്രി ദൈവജനത്തിന്റെ ശുശ്രൂഷകൾക്കായി ആയിരിക്കുന്നത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രാരംഭമായിട്ടൊരു കാര്യം പറയുന്നതിൽ എനിക്ക് ഒട്ടും സംശയമില്ല. എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, എൻ്റെ സന്ദേശത്തിനും പരിമിതികൾ കണ്ടേക്കാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ദൈവജനമേ, സന്ദേശത്തിന് ആധാരമായ ദൈവത്തിന്റെ വചനത്തിന് പരിമിതികളില്ല. ഈ രാത്രിയിലും നമ്മോട് ഇടപെടാൻ ദൈവവചനത്തിന്റെ പരമാധികാരത്തിന് കഴിയും. വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകത ഞാൻ പങ്കുവെക്കാം. വിശ്വസിക്കുന്ന ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവവൈതൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ വിടുതൽ ഏറ്റെടുക്കുകയാണ്. മറ്റെല്ലാത്തിനും ഒരു കാത്തിരിപ്പിന്റെ കാലദൈർഘ്യമുണ്ട്. പ്രവചന ശബ്ദങ്ങൾ നിവർത്തിപഥത്തിൽ എത്താൻ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടം. എന്നാൽ വചന ശുശ്രൂഷയുടെ പ്രത്യേകത വിശ്വാസത്തോടെ പങ്കുവെക്കുന്ന അതേ സമയം, ഏറ്റെടുക്കുന്ന അതേ സമയം ദൈവപ്രവൃത്തികൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദൈവത്തെ ആത്മനിറവിൽ ആരാധിപ്പാൻ, ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ ഒക്കെ കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്ക് സ്തോത്രം. കോവിഡാനന്തരം നമുക്ക് ലഭിച്ച ഒരു വലിയ അവസരമാണ് ഈ മാധ്യമത്തിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഇങ്ങനെ കർത്താവിനെ ആരാധിക്കാനും കടന്നു വരാനും കൂട്ടായ്മകൾ നടത്താനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ. നന്നായി അത് നമുക്ക് വിനിയോഗിക്കാം. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എല്ലാ പ്രിയമുള്ളവരെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഈ രാത്രി മുഴുനീളം നമ്മൾ സന്ദേശം കൈമാറിയാലും ഈ സന്ദേശം അവസാനിക്കില്ല ദൈവമക്കളെ. ചില ദിവസങ്ങളുടെ പരമ്പരയുടെ സന്ദേശങ്ങൾ തന്നെ നടന്നാലും ഈ സന്ദേശം അവസാനിക്കില്ല. ഉലകത്തിൽ ഒരു പ്രഭാഷകനും പ്രസംഗിച്ചു തീർക്കാൻ കഴിയാത്ത പ്രമേയമാണ് പരിശുദ്ധാത്മാവെന്ന വിഷയം. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരുമിച്ചൊന്ന് പങ്കുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിലും ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. ആ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ നമ്മുടെ സഭയിലും നമ്മുടെ ദേശത്തിൽ നമ്മുടെ തലമുറകളിൽ ആ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. ഈ രാത്രി നമ്മൾ ദൈവവചന ചിന്തകൾക്ക് ആധാരമായി വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16, 26 വാക്യങ്ങളാണ്. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും കേൾക്കി ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും
26-ാമത്തെ വാക്യവും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതെ, 26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച തിരുവചനത്തിന്റെ ചിന്തകൾക്കായി ദൈവസന്നിധിയിൽ സമയത്ത് വേർതിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ രാത്രി ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഹൃദ്യമായിട്ടൊന്ന് ഇടപെടണമേ. എല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയും നിരാശയോടെ മടങ്ങാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആഴമേറിയ നിലകളിൽ പരമാധികാരമുള്ള ദൈവവചനം ആഴമേറിയ നിലകളിൽ ഇന്ന് രാത്രി ഇടപെടുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവാത്മാവിനെ പറ്റി ചിന്തിക്കുന്നത് ഞങ്ങൾക്കൊരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ദൈവപ്രവൃത്തി ആഴങ്ങളിൽ ചലിക്കും, വിടുതലുകൾ വെളിപ്പെട്ടു വരും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രിയമുള്ളവരും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി തിരുവചനത്തിന്റെ വിചിന്തനത്തിനായി സമയത്ത് വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പങ്കുവെക്കാം, ദൈവവചനം നിങ്ങളോട് ഇടപെട്ടാൽ ആത്മനിയോഗത്തോടെ ദൈവവചനത്തെ സ്വീകരിച്ച് അതിന്റെ വിടുതലുകളെ നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് സ്വീകരിക്കാം. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രി ദൈവാത്മാവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു എഴുത്തുകാരനും ഒരു പ്രഭാഷകനും ആർക്കും ഇന്നുവരെ കൃത്യമായൊരു നിർവചനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിലെ കാരണം പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയണം. ഒരുപക്ഷെ ഇന്നുവരെ പ്രവർത്തിച്ചത് പറഞ്ഞവസാനിപ്പിച്ചാൽ ഇന്ന് തുടരുന്നതും പിന്നെയും തൻ്റെ സന്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ചില കാര്യങ്ങൾ മാത്രമാണ് ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആത്മനിറവില്ലാതെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയാത്തൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വല്ലായ്മകളുടെയും വല്ലാത്ത വേദനകളുടെയും തകർച്ചകളുടെയും നമ്മുടെ ആത്മീയതയെ പോലും ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ജീവിതയാത്രകളിൽ നാം അഭിമുഖീകരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം നിയോഗത്തോടൊന്ന് പങ്കുവെക്കാം. ഇതുവരെയും ആത്മനിറവ് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഹൃദയംഗമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് നിറയ്ക്കണേ. ആത്മനിറവ് പ്രാപിച്ചിട്ടുള്ളവർ ഈ സന്ദേശത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഹൃദയംഗമായി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, കൃപാവരങ്ങളുടെ ജ്വലനത്തിലേക്ക് എന്നെ ഒന്ന് നടത്തണമേ. ആഴമേറിയ വെളിപ്പാടുകളുടെ ആഴങ്ങളെ കർത്താവ് എനിക്കൊന്ന് പകരണമേ. ഇന്ന് രാത്രി ദൈവമക്കളെ, ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുകയല്ലേ. ആകാശഗോളങ്ങളിലൂടെ അഗ്നിഗോളങ്ങൾ നെടുകയും കുറുകയും ഒക്കെ വരുന്നത് കണ്ണുകൊണ്ട് കണ്ടു. യുദ്ധങ്ങളെപ്പറ്റി, യുദ്ധശ്രുതികളെപ്പറ്റി കണ്ടു, കേട്ടു. എത്രയെത്ര അനുഭവങ്ങൾ. ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ കൃപ ലഭിച്ചൊരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ബോധ്യം ഈ എന്തെങ്കിലും നാശം വന്ന് ഭവിക്കാൻ പോകുന്നു എന്നുള്ളതല്ല, മറിച്ച് ആത്മനാഥന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനി അധികകാലമൊന്നും നമ്മുടെ മുൻപിലില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അവിടുത്തെ വരവിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ, അനേകരെ ഒരുക്കാൻ അവിടുത്തെ കൃപാവരത്തിന്റെ ജ്വലനം, ആഴമേറിയ ദൈവിക നിയോഗങ്ങൾ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പദവും അതിൻ്റെ അർത്ഥവും പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. മലയാളത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് കൊടുത്തിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് എന്നാണ്. അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം എബ്രായ ഭാഷയിൽ നമ്മൾ കാണുന്നത് റൂഹ എന്നാണ്. റൂഹ എന്ന് നമ്മൾ ഈ നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിലും പശ്ചാത്തലങ്ങളിലും ഒക്കെ ആയിരുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും. അവിടെ ഉച്ചരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പം ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പദം ന്യൂമ എന്നാണ്. ന്യൂമ എന്ന പദത്തിൽ നിന്നുമാണ് ന്യൂമറ്റോളജി എന്ന ശാസ്ത്ര വിഭാഗം ഉരുത്തിരിഞ്ഞു വന്നത്. ഒരു കാര്യം ഞാൻ പങ്കുവെക്കാം.
ഈ ഒത്തിരി ശാസ്ത്ര വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കാർഡിയോളജി, ന്യൂറോളജി, ആന്ത്രോപോളജി, എല്ലാ ശാസ്ത്ര വിഭാഗങ്ങളും നോക്കും. അതിൽ നൈപുണ്യമുള്ള, അതിൽ വിദഗ്ധരായിട്ടുള്ളവർ അതിനെപ്പറ്റിയുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഹൃദയത്തിന്റെ രൂപരേഖയൊക്കെ കാണിച്ച്, ചിത്രങ്ങളും അതിൻ്റെ രൂപങ്ങളൊക്കെ കാണിച്ച് ആ കാർഡിയോളജിയെ പറ്റി ഒരുപക്ഷെ പഠിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മരിച്ച ഒരു മനുഷ്യന്റെ ശരീരം അവശിഷ്ടങ്ങളൊക്കെ കാണിച്ച് ആന്ത്രോപോളജിയും അപ്പോൾ തന്നെ അനാട്ടമിയും ഒക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എല്ലാ ശാസ്ത്ര വിഭാഗങ്ങളും, ബോട്ടണി ആണെങ്കിൽ സസ്യങ്ങളോ വൃക്ഷങ്ങളോ ഒക്കെ കാണിച്ചു പഠിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ന്യൂമറ്റോളജിയുടെ പ്രത്യേകത ഒന്നിനെയും കാണിച്ചു പഠിപ്പിക്കാൻ കഴിയില്ല, അനുഭവത്തിലൂടെയാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയും നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ പറ്റി കേവലം ചിന്തിച്ച് കടന്നു പോകുന്നവരായിട്ടല്ല, ആ ദൈവാത്മാവിന്റെ പ്രവർത്തികളൊന്ന് അനുഭവിക്കേണ്ടതിന് നിയോഗത്തോടെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളൊന്ന് വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്ന ആ മൂലഭാഷയിലെ പദത്തിന്റെ അർത്ഥം കാറ്റ്, ആത്മാവ്, ജീവൻ എന്നാണ്. മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം കാറ്റെന്നും ആത്മാവെന്നും ജീവൻ എന്നുമാണ്. ഒരു കാര്യം ഞാൻ നിയോഗത്തോടെ പങ്കുവെക്കാം. ദൈവാത്മാവ് കാറ്റാണ്, ദൈവാത്മാവ് ജീവനാണ്, ദൈവാത്മാവ് ആത്മാവാണ്. അപ്പോൾ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കേവലം ആത്മാവ് മാത്രമല്ല, അവിടുന്ന് വ്യക്തിയാണെന്നുകൂടെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. അപ്പൊ ദൈവമക്കളെ, ഞാനൊരു കാര്യം നിയോഗത്തോടെ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന്? അതിന് നമുക്ക് ഈ തിരുവചനത്തിലൂടെ, ഈ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കാം. ഒന്ന്, സ്വഭാവ സവിശേഷതകൾ നിമിത്തം പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. രണ്ട്, പ്രവർത്തികൾ നിമിത്തം അവിടുന്ന് വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. അപ്പം എല്ലാ കാര്യങ്ങളും ഇല്ല, ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചുരുക്കി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്ന്, അവിടുന്ന് വ്യക്തിയാണെന്ന് സ്വഭാവ സവിശേഷതകൾ നിമിത്തം മനസ്സിലാക്കാം. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒന്നാമത്തെ അവിടുത്തെ സ്വഭാവ സവിശേഷത ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കുറിച്ചെടുക്കുന്നവർക്ക് കുറിച്ചെടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നമുക്കൊരു ദൂത് പറഞ്ഞു തുടങ്ങാം ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് ഗ്രഹിക്കുന്നു. ആരും നമ്മെ മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ആരും നമ്മെ അറിയുന്നില്ല. എൻ്റെ വേദന, എൻ്റെ സങ്കടം, എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, എൻ്റെ കുഞ്ഞോ കൂട്ടാളിയോ കൂടപ്പുറപ്പോ ഒന്നും എന്നെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പങ്കുവെക്കാം. നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രിയിലും ചിലരോട് ദൈവാത്മാവ് കൃത്യതയോടെ ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു. അപ്പൊ അവിടുത്തെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത അവിടുന്ന് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫെസ്യലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇപ്പൊ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ വികാരങ്ങളുണ്ട് എന്നങ്ങനെ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്ത അവിടുത്തെ സ്വഭാവ സവിശേഷതകൾ ദൈവാത്മാവിന് ഇച്ഛകളുണ്ട് എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൈവാത്മാവിന് ഇച്ഛകളുണ്ട്. ദൈവമക്കളെ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടുത്തെ സ്വഭാവ സവിശേഷതകൾ നിമിത്തം അവിടുന്ന് വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവിടുത്തെ പ്രവർത്തികൾ എന്തെല്ലാമാണ്? പ്രവർത്തികൾ, ഒന്നാമത്തെ അവിടുത്തെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. ഈ വലിയ വലിയ ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോഴേ പലപ്പോഴും ഉത്തരം കൃത്യമായിട്ട് അറിയാതിരുന്നിട്ടും എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടു നിന്നപ്പോൾ ആരോ ചേർന്ന് നിന്ന് കൃത്യമായി ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്ന ബോധ്യം പലരുടെയും ഹൃത്തളത്തിൽ ഉണ്ടായില്ലേ? ഇന്നലകളുടെ അനുഭവങ്ങളിൽ ഒരു കാര്യം ഞാൻ നിയോഗത്തോടെ പറയാം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നിന്നും മറന്നുപോയ പലതും, രാത്രിയൊക്കെ ഉറക്കമുളച്ചിരുന്ന് പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകാതെ വണ്ണം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഈ സെമിനാരിയിൽ ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചത് നോ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിലാണ്. അപ്പൊ നമുക്ക് ഈ ലഭിക്കുന്ന സമയങ്ങളൊന്നും നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കില്ല. ആ സമയങ്ങളൊക്കെ വെറുതെ പാഴാക്കി എക്സാം അടുത്ത് വരുന്ന ഈ തലേ ദിവസം ഒരു പഠിത്തമുണ്ട്. ആ ദിവസം കൊണ്ട് ഒരു സെമസ്റ്റർ മൊത്തം നമ്മൾ പഠിച്ചു തീർക്കും. അതെല്ലാം ഇങ്ങനെ പഠിച്ച് ആരോട് സംസാരിക്കാതെ എക്സാം ഹോളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുമ്പോൾ മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോകുന്ന അനുഭവങ്ങൾ. ചങ്ക് തകർന്ന് ദൈവമേ എന്നൊരൊറ്റ വിളിക്കുമ്പോൾ
പിന്നെയും ബുദ്ധിയുടെ മേഖലകളിലേക്ക് മറന്നുപോയ പലതും വന്നത് എനിക്ക് അനുഭവമുണ്ട്. ഇതിനകത്തിരിക്കുന്ന പലർക്കും അനുഭവമുള്ളവരുണ്ട്. എന്താ ദൈവമക്കളെ, മറന്നുപോയത് ബുദ്ധിയിലേക്ക് പിന്നെയും വന്നതെന്തെന്നറിയാമോ? നല്ല കാച്ചിക്കുറുക്കിയ പാലിനകത്തോട്ട് കോംപ്ലാനും ബൂസ്റ്റും ഹോർലിക്സും ഒന്ന് ഇട്ട് കുടിച്ചത് കൊണ്ടൊന്നുമല്ല. ഒരു കാര്യം ബോധ്യം ഉണ്ടായിരിക്കണം, മറന്നുപോയ വിഷയങ്ങളെയും മനോമുഖരത്തിലേക്ക് പകർന്നു തന്ന ഹല്ലേലൂയ ഓർമ്മ ശക്തി തന്ന പരിശുദ്ധാത്മാവിന്റെ മഹത്വകരമായ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. കോവിഡാനന്തരം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മറവി. പല കാര്യങ്ങളും മറന്നു പോവുകയാണ്. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, ഓർമ്മ ശക്തി തരുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ആ ദൈവപ്രവൃത്തി നമ്മിലൊന്ന് ചലിക്കട്ടെ. ആ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളൊന്ന് വെളിപ്പെട്ടു വരട്ടെ. നമ്മൾ മറന്നുപോയ പല വിഷയങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 2024 മസ്കറ്റിൽ കടന്നുപോയി. അപ്പം ഞാൻ അവിടെ നിന്ന് റൂവി എന്ന സ്ഥലത്തു നിന്ന് ഞാൻ നിസ്വയിലേക്ക് പോവുകയാണ്. ഈ ഷെയർ ടാക്സിയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവിടെ ഈ ഒമാനി ടാക്സി ഓടിക്കുമ്പം അദ്ദേഹത്തിന് ആകെ അറിയുന്നത് അറബിയും ഹിന്ദിയുമാണ്. നമുക്ക് മലയാളവും ഒരല്പം ഇംഗ്ലീഷും അല്ലാതെ അവരുടെ ഭാഷ നമുക്കറിയില്ല. അപ്പൊ ഞാൻ ഈ വാഹനത്തിൽ ഇങ്ങനെ കയറി നന്നായി ഒന്ന് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം ഞാൻ മറന്നുപോയി. ഇറങ്ങേണ്ട സ്ഥലം എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എന്നോട് കൂടെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇറങ്ങേണ്ട സ്ഥലമാണ്, പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ റീകളക്ട് ചെയ്യുകയാണ്, ഓർക്കുകയാണ്. ആ സ്ഥലം മറന്നുപോയി. കൃത്യമായിട്ട് ആ പേര് മനസ്സിൽ വരുന്നില്ല. ഞാനിങ്ങനെ ചങ്ക് തകർന്ന്, കർത്താവ് എവിടെ ഇറങ്ങേണ്ടത്? അവിടെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിറക്കിയാൽ എന്നെ വിളിക്കാൻ വരുന്ന ആളുടെ അടുത്ത് എനിക്ക് എത്താനൊക്കെ ഇല്ല. ഞാൻ ചിന്തിച്ചു, തീർന്നു, അവസാനിച്ചു. ഏതെങ്കിലുമൊക്കെ മരുഭൂമി കൊണ്ട് എന്നെ തകർത്ത് കളയുമെന്നൊക്കെ ചിന്തിച്ചു. ഞാനിങ്ങനെ തകരുകയാണ്. ഞാൻ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. വാഹനം ബെർക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. അടുത്ത ആളിനെ കയറ്റാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവിടെ നിന്ന ഒരു ബംഗ്ലാദേശുകാരനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ആരെയോ ഫോൺ വിളിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ പോകേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം ഉച്ചത്തിൽ പറയുന്നത് കൊണ്ട് ഞാനിങ്ങനെ കാതോർത്ത് കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടയിൽ എനിക്കിറങ്ങേണ്ട സ്ഥലം കൂടി അദ്ദേഹം പരാമർശിച്ചു. മറ്റൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമാണ്. ഞാൻ അദ്ദേഹത്തോട് പിന്നെയുള്ള ചോദ്യത്തിന് മറുപടിയായി സ്ഥലം പറഞ്ഞു. എന്നെ കൃത്യമായിട്ട് കൊണ്ടിറക്കി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അവിടെ വാഹനം നിർത്തിയതും ആ മനുഷ്യന്റെ ഉച്ചത്തിലുള്ള സംഭാഷണം ഞാൻ കേട്ടതും എൻ്റെ ചങ്ക് തകർന്നുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി അയച്ചതെന്നാണ്. മറന്നുപോയ വിഷയങ്ങളെ മനോമുഖരത്തിലേക്ക് പകർന്നു തരാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. അടുത്ത പ്രവൃത്തി വഴികാട്ടുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വഴികാട്ടുന്നു, നടത്തുന്നു. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്തിട്ടില്ലേ? ഇന്നല്ലേ ഈ GPS സിസ്റ്റവും ഒക്കെ വന്നത്. എന്നാൽ അതിനുപോലും പലപ്പോഴും താളം പിഴയ്ക്കും കേട്ടോ. വഴിതെറ്റിച്ചിട്ടുണ്ട്. ഈ യോഗത്തിനൊക്കെ നമ്മൾ ഈ കടന്നുപോയി ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ വെച്ച് ഇത് റീഡയറക്റ്റ് ചെയ്ത് എവിടെങ്കിലുമൊക്കെ ചെന്ന് പിന്നെ ആള് വന്ന് കൂട്ടിക്കൊണ്ടു പോകേണ്ട എത്ര അനുഭവങ്ങൾ. പക്ഷെ ഒരു കാര്യം ഞാൻ പങ്കുവെക്കാൻ ദൈവമക്കളെ, നന്നായി വഴി അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തിയാൽ നാം വഴി തെറ്റി പോകുകയില്ല. ഒത്തിരി പ്രിയമുള്ളവർ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ, യുവതീവാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ വഴികളും താളം പിടച്ചു വല്ലാത്ത മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാനൊരു കാര്യം ഉറപ്പ് പങ്കുവെക്കാം. വഴി തെറ്റാതിരിക്കണമെങ്കിൽ വഴിയാകുന്ന ദൈവത്തിലൂടെ വഴി നടന്നിരിക്കണം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വഴി നടത്തി ആരും വഴിതെറ്റിപ്പോയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് നമ്മുടെ വഴി അറിയുന്നു. നാം ആരാണെന്നും നാം എന്താണെന്നും നാം എവിടെ എത്തുമെന്നും നാം ഏതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടണമെന്നും അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തിയാൽ ഇന്ന് രാത്രി ഞാനൊരു ദൂതായിട്ടൊന്ന് പങ്കുവെക്കാം. ഒന്ന് വിധേയപ്പെടും. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി അവിടുന്ന് നമ്മെ വഴി നടത്തട്ടെ. ഇന്നലകളിൽ നമ്മുടെ പദ്ധതി പ്രകാരം ചുവടുവെച്ച പലതും പിടച്ചില്ലേ, താളം തെറ്റിയില്ലേ? എന്നാൽ ദൈവാത്മാവിന്റെ നിയോഗത്തിനൊന്ന് ചുവടുവെച്ചാൽ ഞാൻ ഉറപ്പോടെ പങ്കുവെക്കാം, വഴി തെറ്റില്ല, വഴി മാറില്ല. ആ വഴി ചെന്ന് കലാശിക്കുന്നത് ദുരന്തത്തിലായിരിക്കില്ല. ആ വഴി എത്തിച്ചേരുന്നത് ദൈവിക പദ്ധതിയിലായിരിക്കുമെന്നും ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അവിടുന്ന് നമ്മെ വഴി കാട്ടുന്നു, അവിടുന്ന് നമ്മെ വഴി നടത്തുന്നു. ഇനി അടുത്ത പ്രത്യേകത, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിയോഗിക്കുന്നു, പറഞ്ഞയക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവമക്കളെ, ശുശ്രൂഷകളുടെ നിയോഗങ്ങൾ ദൈവദാസന്മാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നല്ല.
ദൈവസഭയുടെ പ്രവർത്തനങ്ങളും വളർച്ചയുടെയും പിന്നിൽ, സുവിശേഷീകരണ പ്രവർത്തനത്തിന്റെ പിന്നിൽ, പ്രാർത്ഥനയുടെ പോരാട്ടത്തിന്റെ ദൗത്യത്തിന്റെ പിന്നിൽ ദൈവം കണ്ടിരിക്കുന്നത് ശുശ്രൂഷകന്മാരെ മാത്രമല്ല. ഈ രാത്രി ഞാൻ നിയോഗത്തോടെ പങ്കുവെക്കാം, ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു മുതൽ പ്രായമുള്ള പ്രിയമുള്ളവർ വരെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്, ദൈവിക നിയോഗത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ മേലുള്ള തിരുവുള്ളമൊന്ന് വെളിപ്പെടുത്തണമേ, ആ നിയോഗത്തിനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ആഗ്രഹമുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറയട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫാണ് നയിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്വയം വിചിന്തനം ചെയ്യാം. അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാത്രി ഈ സന്ദേശം നിങ്ങളോട് ഇടപെടുമ്പോൾ അത് എന്നോടുകൂടെ ബാധിക്കുകയാണ്. ഇന്ന് വരെ അവിടുന്ന് ചെയ്തതിനൊത്തവണ്ണം തിരിച്ചു പ്രയോജനപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും അപ്രയോജനദാസന്മാരാണ്. ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ നിയോഗത്തിന് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണേ, അവിടുത്തെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണേ, ആ ദൈവിക നിയോഗത്തിന്റെ നിവർത്തി പദത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ. ഈ പ്രവർത്തികൾ നിമിത്തം അവിടുന്ന് വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവചനത്തിന്റെ ആദ്യത്തെ താള് മുതൽ അവസാനത്തെ താള് വരെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മാത്രമല്ല കാണുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരൊറ്റ കാരണമുള്ള ദൈവമക്കളെ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഈ 2 വാക്യങ്ങളും നമ്മൾ കാണുന്നത് ഒന്ന് തിരുവചനത്തിന്റെ ആദ്യത്തെ താളും രണ്ടാമത്തേത് അവസാനത്തെ താളുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, തിരുവചനത്തിന്റെ ആദ്യത്തെ താള് മുതൽ അവസാനത്തെ താള് വരെ പരിശുദ്ധാത്മാവെന്ന പ്രമേയത്തെ പറ്റി ആഴമേറിയ നിലകളിൽ നമുക്ക് കാണാനായി കഴിയും. ഇന്ന് രാത്രിയിലും ദൈവമക്കൾ ഒരുമിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആദ്യം മുതൽ അവസാനം വരെ കാണുക മാത്രമല്ല, അവിടുന്ന് ആ പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ എഴുത്തുകാരനാണെന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. 40-ലധികം എഴുത്തുകാരാൽ തിരുവചനം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 40 തലമുറയുടെ ചരിത്രമാണ്. അപ്പൊ എഴുതാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത് 40 എഴുത്തുകാർ. 40 എഴുത്തുകാരിൽ എഴുതപ്പെടുന്ന ഈ പുസ്തകം പറയുന്നത് 40 തലമുറയുടെ ചരിത്രം. 1600ഓളം വർഷങ്ങൾ കൊണ്ടാണ് എഴുതി പൂർത്തീകരിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാകട്ടെ, 40-ലധികം എഴുത്തുകാരാൽ 40 തലമുറയുടെ ചരിത്രം പറയുന്ന 1600ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതി പൂർത്തീകരിക്കപ്പെട്ട ഈ പുസ്തകം യഥാർത്ഥ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണെന്ന് ഇന്ന് രാത്രിയിലും ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. 40 പേർക്കും നിയോഗം കൊടുത്ത് ഈ പുസ്തകത്തെ എഴുതി പുറത്തു കൊണ്ടുവന്നത് ദൈവിക നിയോഗമാണെന്ന് ആത്മനിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അതുകൊണ്ട് തിരുവചനത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്തൃദാസന്മാരായ ഞങ്ങളുടെ ഹൃദയത്തിന് ധൈര്യവും ബലവും നൽകുന്നത് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, എഴുതാൻ നിയോഗം കൊടുത്ത് അതേ ആത്മനിറവ് ഈ വചനത്തിന്റെ ശുശ്രൂഷകളുടെ നടുവിൽ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ ആ ദൈവ സാന്നിധ്യം ദൈവജനം ഇന്ന് രാത്രിയിലും അനുഭവിക്കട്ടെ. ആ നിറം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ശരദരഘടകസിയാന്ധരാധരാധിയാന. ഈ പുസ്തകത്തിൽ ഒരാൾക്കും വെളിപ്പെട്ട് കിട്ടാത്തൊരു വലിയ വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. അതാണ് നമ്മൾ വായിച്ച വാക്യം. പരിശുദ്ധാത്മാവിനെ പറ്റി പല രീതിയിൽ പല എഴുത്തുകാരാൽ നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ യോഹന്നാൻ മാത്രം ദൈവാത്മാവിനെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ പറഞ്ഞു തിരുവചനം ആദ്യം മുതൽ അവസാനം വരെ കാണാൻ കഴിയും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പദം നമ്മൾ വായിച്ച വാക്യം 14-ന്റെ 16-ഉം 26-ഉം. അവിടെ നമ്മൾ കാണുന്നത് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ കാണുന്നത് ഹെൽപ്പർ എന്നാണ്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വസ്തുവകകളൊക്കെയുള്ള വീടിന് പണ്ടാക്കി വെക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ വൃക്ഷത്തിന്റെ
കനികളുടെ, അപ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ശമ്പള കാര്യങ്ങൾ ഒക്കെ കൃത്യമായി നോക്കി മേൽനോട്ടം വഹിച്ച് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരുവനാണ് കാര്യസ്ഥൻ. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സഹായി എന്നാണ് അർത്ഥം. പക്ഷേ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം പാരാക്ലറ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കാര്യസ്ഥൻ എന്നാണെങ്കിൽ, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹെൽപ്പർ എന്നാണെങ്കിൽ, മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ആഴമേറിയ അർത്ഥം ഒരല്പം കൂടി ആഴത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രി അവിടെ നമുക്ക് തുടങ്ങാം. പരിശുദ്ധാത്മാവിന് ആരും പറയാത്തൊരു വെളിപ്പാട് യോഹന്നാൻ പങ്കുവച്ചു. അവിടുന്ന് കേവലം കാര്യസ്ഥൻ മാത്രമല്ല, കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന, കാര്യനിർവഹണത്തിനു വേണ്ടി ആ മേൽനോട്ടം നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പ്രയാസങ്ങളുടെ നടുവിൽ സഹായിക്കുന്ന ഒരു സഹായി മാത്രമല്ല, അവിടുന്ന് ആശ്വാസപ്രദനാണ്. ഇന്ന് രാത്രിയിലും വേദനകളുടെ, സങ്കടങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ ഒക്കെ നടുവിലൂടെ കടന്നുപോയപ്പോൾ അതിനെ അതിജീവിക്കില്ലെന്ന് പലരും വിധി എഴുതിയില്ലേ? പക്ഷെ ആ സങ്കടങ്ങളെ അതിജീവിക്കാൻ കരുത്ത് നൽകിയത് പരിശുദ്ധാത്മാവാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പലരും വിധി എഴുതി നമ്മൾ ഇതിനെ അതിജീവിക്കില്ലെന്ന്. പലരും ചിന്തിച്ചു ഈ സങ്കടത്തെ നമ്മൾ മറികടക്കില്ലെന്ന്. പക്ഷെ അതിന്റെ നടുവിലും ആ പ്രയാസത്തെ അതിജീവിച്ചത് ദൈവമക്കളെ നമ്മുടെ വിൽ പവർ അല്ല, നമ്മുടെ മനസ്സിന്റെ കരുത്തല്ല, നമ്മൾ ആർജിച്ചെടുത്ത ആർജവങ്ങളല്ല. എന്നാൽ ഇന്ന് രാത്രി ബോധ്യം ഉണ്ടാകട്ടെ, സങ്കടങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരാശ്വാസപ്രദനുണ്ട്. എൻ്റെ ഹൃദയത്തോട് വാദിച്ച, എൻ്റെ വേദനകളുടെ നടുവിൽ, എൻ്റെ തകർച്ചകളുടെ നടുവിൽ, എൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരാശ്വാസപ്രദനുണ്ട്. അവിടുത്തെ പേര് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രിയിലും അനുഭവമുള്ള ദൈവമക്കൾ ആധരം തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ആശ്വാസത്തിന്റെ അനുഭവങ്ങളെ പകർന്നു തന്നില്ലേ? മനുഷ്യന്റെ വാക്കിന് പരിമിതിയുണ്ട്, എന്നാൽ നമ്മെ ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവ്. എല്ലാ സങ്കടങ്ങളൊന്നും നമ്മൾ എല്ലാവരോടും തുറന്നു പറയില്ലല്ലോ. എല്ലാ വേദനകളൊന്നും എല്ലാവരുടെ മുമ്പിലും പങ്കുവച്ചിട്ടില്ലല്ലോ. അൺസ്പോക്കബിൾ ആയിട്ടുള്ള വിഷയങ്ങളുടെ നീറിപ്പുകയും നീ അനുഭവത്തിലൂടെ കടന്നുപോയില്ലേ? അതിൻ്റെ എല്ലാം നടുവിലും നമ്മെ ആശ്വസിപ്പിച്ച ഒരു പരിശുദ്ധാത്മാവുണ്ട്. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പല രാത്രിയിലും ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ ഹല്ലേലൂയ കണ്ണുനീര് കൊണ്ട് കിടക്കെ നനച്ച അനുഭവങ്ങളില്ലേ? ആരറിഞ്ഞു കരഞ്ഞത്? ആരും അറിഞ്ഞില്ല. കൂട്ടാളിയോ കൂടപ്പുറപ്പോ കുഞ്ഞോ അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പങ്കുവെക്കാം, അടുത്ത പ്രഭാതത്തിൽ ഉണരാൻ ബലം നൽകിയത് ആ രാത്രിയുടെ യാമത്തിൽ അരികിൽ ഇറങ്ങി വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, ആർദ്രതയുള്ള അപ്പന്റെ കരത്തേക്കാൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ആശ്വാസപ്രദന്റെ സാമീപ്യം അനുഭവിച്ച ദൈവജനം ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഞാൻ ഒരിക്കലൊരു യോഗം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. എന്നെ ഒരു സഹോദരി വിളിച്ചു. പവർഷിൽ നിന്നെ നമ്പർ എങ്ങനോ ലഭിച്ചു, അങ്ങനെ വിളിച്ചതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ തിരിച്ചു ഭവനത്തിലേക്ക് വരികയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് ഗൗരവത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. സാധാരണ ഒരാളൊക്കെ വിളിച്ച പ്രാർത്ഥിക്കണം എന്നൊക്കെ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട്ടതിന്റെ പിന്നിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, പ്രാർത്ഥന ചാകാൻ വേണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞു, അകത്തേക്ക് കയറട്ടെ. അവർ പുറത്ത് നിൽക്കാതെ എന്നോട് പറഞ്ഞില്ല ദൈവമക്കളെ, എനിക്കറിയുകയില്ല. പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു, അമ്മയും മകളും ഒരുമിച്ച് ചാടിച്ചാകാൻ ഒരുക്കമുള്ളവരായി വീടിന് വെളിയിൽ നിൽക്കുകയാണെന്ന്. അകത്ത് കയറാൻ പറഞ്ഞു. ആ സഹോദരി അകത്ത് കയറി. ദൈവാത്മാവ് കൃത്യതയോട് ഇടപെട്ട ദൈവശബ്ദം പങ്കുവച്ചു, പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് തൻ്റെ കഴുത്തിന് താഴെയോട്ടുള്ള അവയവങ്ങൾക്കെല്ലാം അതിസഹനീയമായ വേദനയാണ്. മാരകമായ ഒരു അസുഖത്താൽ താൻ ഭാരപ്പെടുകയാണ്. കൃത്യമായൊരു മെഡിക്കേഷൻ അതിനകത്തില്ല. വലിയ ഡിപ്രഷൻ ഉണ്ടായി. ആരോ എന്തോ പറഞ്ഞ വാക്ക് തനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. 6 വയസ്സുള്ള കുഞ്ഞുമായിട്ട് ചാടിച്ചാകാൻ ഒരുങ്ങി ഒരുക്കത്തോടെ നിന്നപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഒരാഗ്രഹം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചത് ചാകാനാണ്, പ്രാർത്ഥിച്ചിട്ട് ചാകാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ പിന്മാറുകയാണ്. ഇന്ന് രാത്രിയിലും ആ പ്രിയമുള്ളവൾ ജീവനോടെ ഉണ്ട്. ചാകാൻ ഒരുങ്ങി നിന്നത് അമ്മയോട് പറഞ്ഞില്ല, പ്രിയപ്പെട്ടവനോട് പറഞ്ഞില്ല, സഹോദരനോട് പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ വിളിച്ച് എന്നോടും പറഞ്ഞില്ല.
പക്ഷെ പരിശുദ്ധാത്മാവ് അറിഞ്ഞു, പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഈ രാത്രി ഞാനൊരു ദൂത് പങ്കുവെക്കാം. ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിയുന്നൊരു പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പുറമേ നന്നായി ചിരിക്കുമ്പോഴും അകം നീറിപ്പുകഞ്ഞ അനുഭവങ്ങൾ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വീടും വാഹനവും പ്രൗഢഗംഭീരമായ അനുഭവങ്ങളും ആരും അറിഞ്ഞില്ല ഉള്ളൊന്ന് പടഞ്ഞത്. പക്ഷെ അതിൻ്റെ നടുവിലും തകർച്ചയിലേക്ക് നീ വഴിവെട്ടിപ്പോകാതെ നിന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിച്ചില്ലേ? ചെറിയ വിഷയങ്ങളുടെ നടുവിൽ മനുഷ്യൻ തീരാനൊരുങ്ങുകയാണ്, തകരാനൊരുങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, തകർച്ചകൾ വന്നു, പ്രതിസന്ധികൾ വന്നു, വെല്ലുവിളികൾ വന്നു. പക്ഷെ ഇന്നും തകരാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ആക്ഷേപങ്ങൾ ഉണ്ടായില്ലേ? ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയപ്പോൾ വലിയ എതിർപ്പുകൾ ഉണ്ടായി. എൻ്റെ മമ്മിയുടെ ബ്രദറൊക്കെ ഇപ്പോഴും അവര് സാമുദായിക പശ്ചാത്തലത്തിലാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഇതിനേക്കാളും നല്ലത് തെണ്ടാം വിട്ടാ പോരെ എന്നാണ്. വലിയ വേദന അനുഭവിച്ചു. പക്ഷെ ആ പ്രതിസന്ധിയുടെ എല്ലാം നടുവിൽ എൻ്റെ മാതാപിതാക്കൾ ധൈര്യത്തോടെ നിന്നു. കാരണം അവർ കേട്ടൊരു ദൈവശബ്ദമാണ്. അവർ കേട്ടൊരു ദൈവശബ്ദം. കാലങ്ങൾക്ക് പുറകിൽ, തലമുറകളില്ലാതിരുന്നൊരു കാലം, അവരൊരു ദൈവശബ്ദം കേട്ടു. ദൈവം നിങ്ങൾക്കൊരു തലമുറയെ തരും, അവൻ സുവിശേഷകനായിരിക്കും. ആ ദൈവശബ്ദത്തിന്റെ നിവർത്തിപഥത്തിലേക്ക് ഒരു 19 വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ജനിച്ചനന്തരം എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി ഞാൻ പാലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അറിവും പ്രായമൊക്കെ ആയപ്പോഴേ മാതാപിതാക്കൾ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു യോഗത്തിന് ഞങ്ങളോട് ദൈവം ഇടപെട്ടൊരു ദൈവശബ്ദമുണ്ട്. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാനും ചിന്തിച്ചു, ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്യാം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഏത് യോഗത്തിന് എന്നാലും വരുന്ന ദൈവദാസൻ എൻ്റെ ശിരസിന്റെ മേൽ കരം വെച്ച് എന്നോട് പറയും, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളവനാണ്, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിരിക്കണം. ആദ്യമൊക്കെ എനിക്ക് വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ ദൈവദാസന്മാർ എൻ്റെ അരികിലേക്ക് വരുമ്പോഴേ ആലയത്തിനകത്തൊരു ചെറിയ ചിരി പലയിടത്തും ഉണ്ടാകും. കാരണം അവർക്കറിയാം എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ ചിന്തിച്ച്, ഇവർ വരുന്ന എന്നെ പിടിക്കാൻ വേണ്ടിയാണോ? വേറെ ആരോടും ഒന്നും പറയുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി ചിന്തകൾ. ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് വരുന്നതാണ്. കാരണം കൃത്യമായിട്ട് എൻ്റെ അടുത്ത് തന്നെ വരികയാണ്. ആ ദൈവശബ്ദമൊക്കെ നമ്മളിങ്ങനെ അവഗണിച്ചു നിന്നുവെങ്കിലും അതിൻ്റെ സമയമായപ്പോൾ ഒരു യോഗത്തിന് ഞാൻ ചെന്നപ്പോൾ ഒരു ദൈവദാസനോട് കർശനമായിട്ട് പറഞ്ഞു, ചോദിച്ച സമയമെല്ലാം ദൈവം തന്നു, ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയേ പറ്റൂ. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ വിധേയപ്പെട്ടു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ചു. അതികഠിനമായൊരു വല്ലാത്ത മാരകമായ സാഹചര്യത്തിലൂടെ എൻ്റെ മാതാവ് കടന്നുപോയി. മരണം മുൻപിൽ കടന്നു വരുമെന്ന് ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ളൊരു വാണിംഗ് ആണ്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം, പക്ഷെ എൻ്റെ അമ്മയുടെ ആയുസ്സിനൊന്നും സംഭവിക്കരുത്. തകർന്ന തരിപ്പണമായി പെട്ടിക്കകത്ത് വരുമെന്ന് പിശാചു വാദിച്ചു. പക്ഷെ പെട്ടി കരത്തെ പിടിച്ചുകൊണ്ട് വരാൻ ദൈവത്തിന് തിരുവുള്ളം തോന്നി. ദൈവം അത്ഭുതം ചെയ്തു. ദൈവമക്കളെ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ ആ തീഷ്ണമായ സാഹചര്യത്തിൽ അവരനുവദിച്ചു. പക്ഷെ പലരും അതിനെ എതിർത്തു. വലിയ മാനസിക സംഘർഷങ്ങൾ, എന്തു ചെയ്യുമെന്നറിയാത്ത, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. പക്ഷെ അതിൻ്റെ നടുവിലെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ചു. അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ധൈര്യത്തോടെ ബലത്തോടെ നിൽക്കുക, ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരും. ഒറ്റപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? എല്ലാവരും ഉള്ളപ്പോഴും ഒറ്റപ്പെട്ടു പോയവരുണ്ടോ? വീട്ടിലൊക്കെ നിറച്ച ആളാണ്, പക്ഷെ വാസ്തവത്തിൽ നമ്മൾ തനിച്ചാണ്. ജീവിതത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടവരുണ്ടോ? മുറിവുകളേറ്റവരുണ്ടോ? വാക്കുകളാൽ തകർന്നു പോയവരുണ്ടോ? മാനസികമായൊക്കെ വഞ്ചനകളിലൂടെ കടന്നുപോയി. ഹൃദയംഗമായി ഒരു വേദന പങ്കുവെക്കാൻ ഒരാളില്ലല്ലോ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് അറിയാൻ. ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവിടുന്ന് ആശ്വാസപ്രദനാണ്. അവിടുന്ന് ആശ്വസിപ്പിക്കും, അവിടുന്ന് വഴി നടത്തും. ഇനി വളരെ വേഗത്തിൽ ഈ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന ചില പേരും അതിൻ്റെ അനുഭവങ്ങളും ഒന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആണ്. അപ്പൊ ദൈവാത്മാവ് എന്താണ്? സത്യത്തിന്റെ ആത്മാവാണ്. അപ്പൊ ദൈവാത്മാവ് വസിക്കുന്നവൻ എങ്ങനെയുള്ളവരായിരിക്കണം? സത്യസന്ധരായിരിക്കണം. മനുഷ്യരാരും സിൻലെസ് അല്ല. നമ്മൾ സിൻലെസ് അല്ല ദൈവമക്കളെ, പക്ഷെ സിൻസിയർ ആയിരിക്കണം. സിൻസിയർ ആയിട്ട് ഉള്ളവന് മാത്രമേ ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പാപരഹിതരായിട്ട് ആരുമില്ല. ജീവിതത്തിൽ എവിടെയൊക്കെയും പാപത്തിന്റെ അനുഭവങ്ങൾ വരാം, പക്ഷെ ഓരോ ദിവസവും പെർഫെക്ഷനിലേക്ക് പോകുന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകത. ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ്
ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകത. ചെറിയ കാര്യത്തിന് പോലും കള്ളം പറയുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കാര്യത്തിന് പോലും. നമ്മൾ ഈ പാപം അതിന് നിർവചനം കൊടുക്കുന്നത് കൊലപാതകം, അങ്ങനെയുള്ള മദ്യപാനം, വലിയ വലിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തവർ. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ കോട്ടയം വരെ പോയിട്ട് വരികയാന്നിരിക്കട്ടെ. ഒരാൾ ചോദിക്കണം എവിടെ പോയിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ അടൂരിൽ നിന്ന് കോട്ടയം പോയിട്ട് തിരിച്ചു വരുമ്പം എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ ചിലർ പറയുന്ന ഉത്തരം തിരുവനന്തപുരത്ത് പോയതാണ്. എത്ര കിലോമീറ്റർ തമ്മിലുള്ള വ്യത്യാസമാണ്! ഒരു 100-100 ചില്ലുവാനും കിലോമീറ്ററിന്റെ വ്യത്യാസമാണ് ഒരൊറ്റ കള്ളത്തിനകത്ത് നമ്മൾ പറഞ്ഞത്. നമ്മളൊരൊറ്റ വാക്കിൽ, കാരണം പറയാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലം അങ്ങ് പറയുകയാണ്. എന്താ താമസിച്ചത്? ചില സമയത്തൊക്കെ യോഗത്തിന് ആരെങ്കിലും വരാതിരിക്കുമ്പോൾ ദൈവാസന്മാർ ചോദിക്കും എന്താ താമസിച്ചത്. നമ്മൾ അതിന് ആരെയൊക്കെ ക്ലെയിം ചെയ്യും. നമ്മൾ ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഓവർ ടൈം ഉണ്ടായിരുന്നു, ട്രാഫിക് ആയിരുന്നു. കാര്യമൊക്കെ കൃത്യമായിട്ട് ദൈവാസന്മാർക്ക് മനസ്സിലാക്കും എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെയൊക്കെ മൗനത പാലിക്കുന്നതാണ്. ദൈവമക്കളെ, ചെറിയ കാര്യത്തിന് പോലും കള്ളം പറയുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ ആ ദൈവാത്മാവിന്റെ പ്രവർത്തികൾ നമ്മളിൽ നടക്കണമെങ്കിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. ചെറിയ കാര്യത്തിന് പോലും നിങ്ങളൊന്ന് സത്യം പറഞ്ഞു നോക്കിക്കേ, സത്യസന്ധരായിട്ടൊന്ന് നിന്ന് നോക്കിക്കേ, വലിയ ദൈവപ്രവർത്തികൾ നമ്മൾ കാണാനിടയാകും. വലിയ ദൈവിക വിടുതലുകൾ നമ്മൾ കാണാനിടയാകും. പിന്നെ സത്യം പറയുന്നവർക്ക് വലിയ സ്വീകാര്യതകൾ ഇല്ലെന്നുള്ളതാണ് സത്യം. നമുക്ക് ദേഷ്യം വന്നാലും അതൊന്നും പ്രകടിപ്പിക്കാതെ ചിരിച്ചോണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വലിയ സ്വീകാര്യതകളൊക്കെ ലഭിച്ചേക്കാം. സത്യസന്ധമായിട്ട് സംസാരിക്കുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടായേക്കാം. സത്യം പറയുന്നവർക്ക് പലയിടങ്ങളിലും തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, സത്യസന്ധമായിട്ട് നിന്നാൽ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം. ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ പല മേടുകളിലും ഈടുകളിലും ഒക്കെ നമ്മെ ജീവിതത്തിൽ അസത്യത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. 1 രൂപയുടെ നേട്ടത്തിനു വേണ്ടി പോലും സത്യത്തിൽ നിന്നൊന്ന് വഴിമാറാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ സത്യസന്ധരായിരിക്കട്ടെ. ആ സത്യത്തോടെ നമ്മൾ മുന്നോട്ട് കടന്നുപോയാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തികൾ നമ്മൾ അനുഭവിക്കാനിടയാകും. കാരണം അവിടുന്ന് സത്യത്തിന്റെ ആത്മാവാണ്. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ആ കാര്യസ്ഥൻ എന്ന പദം നമ്മൾ ചിന്തിച്ചു, കംഫർട്ടർ എന്ന ആശ്വാസപ്രദൻ എന്ന പദം നമ്മൾ ചിന്തിച്ചു, ഗൈഡ് എന്ന പദം നമ്മൾ ചിന്തിച്ചു. അവിടുന്ന് വഴികാട്ടിയാണ്. വഴിയറിയാത്ത ഇടങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വഴികാട്ടിയാണ്. അടുത്തത് അഡ്വക്കേറ്റ് ആണ്. ഹോളി സ്പിരിറ്റ് ഈസ് ആൻ അഡ്വക്കേറ്റ്. ദൈവമക്കളെ, നമുക്ക് നേരെ പലരും വാദിച്ചില്ലേ, അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയില്ലേ, കള്ളങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കിയില്ലേ. അതിന്റെ നടുവിലൊക്കെ ഹൃദയം തകർന്നു. ശരിയായ സത്യം പ്രഘോഷിക്കണമെന്ന് ആവേശം ഉണ്ടായി. പക്ഷെ അവിടെയെല്ലാം ദൈവം പറഞ്ഞു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പങ്കുവെക്കാം. നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ എഴുതിയ അതിന്റെ ശില്പി ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. അപ്പൊ അദ്ദേഹം എഴുതിയ ഭരണ സംവിധാനമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളിൽ ഭാരതത്തിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. ഒരഭിഭാഷകനോടൊപ്പം ഈ നിയമനിർമ്മാണത്തിന്റെ ഈ നീതിന്യായ വ്യവസ്ഥകളുടെ ശില്പി മനുഷ്യൻ ഒരഭിഭാഷകനോടൊപ്പം കോടതിയിൽ പോയിട്ടില്ല. അദ്ദേഹം വാദിക്കുന്നതൊക്കെ ശരിയായിട്ടാണോ കൃത്യമായിട്ടാണോ? ഇന്ന് അദ്ദേഹത്തിന് അത് കഴിയുകയില്ല. മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ മൺമറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് പങ്കുവെക്കാം. പരിശുദ്ധാത്മാവ് എന്താണ്? അഡ്വക്കേറ്റ് ആണ്. ഈ രാത്രിയിലും തിരുവചനത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞാനൊരു ദൂത് പങ്കുവെക്കാൻ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. ഇന്ന് രാത്രിയിലും ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പണത്തിന് വീഴാത്ത, കോഴയ്ക്ക് മറിയാത്ത, ആൾബലത്തിനോ പദവിക്കോ മറിഞ്ഞു വീഴാത്ത, ഇന്ന് രാത്രിയിലും സത്യത്തിനു വേണ്ടി വാദിക്കുന്ന, ബലഹീനർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരഭിഭാഷകനുണ്ട്. അപവാദങ്ങളും അപഖ്യാതികളും ന്യായമായി ലഭിക്കേണ്ടതുപോലും തടഞ്ഞു വെച്ച് കവർച്ച ചെയ്തെടുത്തില്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വാദിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഹീസ് ആൻ അഡ്വക്കേറ്റ്. അവിടുന്ന് റൈച്ചസ് ആയ അഡ്വക്കേറ്റ് ആണ്. അവിടുന്ന് ഫെയ്ത്ത്ഫുൾ ആണ്. ഇന്ന് രാത്രിയിലും ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അവിടുന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കും. അവിടുന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കും.
ഹല്ലേലൂയ. ശമന ശാന്തരഘടകസിയാന. ജോലി മേഖലകളിലോ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലോ പ്രബല ശത്രുക്കൾ നിങ്ങൾക്ക് നേരെ വന്നാലും ദൈവമക്കളെ, പലയിടങ്ങളിലും നമ്മൾ ബലഹീനരാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് നേരെ വരുന്നതൊക്കെ വലിയ സൈന്യമാണ്. നമ്മുടെ കരമൊക്കെ ബലഹീനമാണ് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രിയിലും ദൈവത്തിലൊന്ന് ആശ്രയിക്ക്. ബലഹീനർക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കുന്ന, സാധുക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കുന്ന, അശക്തർക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കുന്ന ഒരഭിഭാഷകൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഗ്ലോറി ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റോമാന ശാന്തരഘടകസിയാന. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വാദിക്കും. ഇനി അവിടുത്തെ ചില രൂപകാത്മകമായ സാദൃശ്യങ്ങൾ കൂടി ഒന്ന് പറയാം. ദൈവാത്മാവിന് കൊടുത്തിരിക്കുന്ന രൂപകാത്മകമായ സാദൃശ്യങ്ങൾ ചിലത് മാത്രം. ഒന്ന് കാറ്റാണ്. കാറ്റിന്റെ പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷം 3:8 കാണുന്നു. എവിടെ നിന്ന് വരുന്നു എന്ന്, എവിടേക്ക് പോകുന്നു എന്നും കാണുന്നില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ കാറ്റ് അനുഭവിക്കാൻ കഴിയും. കാറ്റ് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും കാറ്റിനെ അനുഭവിക്കാൻ കഴിയും. ഇനി ഞാനൊരു ദൂത് പങ്കുവെക്കാം. കാറ്റ് വരുന്നതും പോകുന്നതും കണ്ടില്ലെങ്കിലും കാറ്റടിച്ചൊരു പ്രദേശത്തെ കണ്ടാൽ അറിയാം. ആത്മനിറവുള്ളവനെ കണ്ടാൽ അറിയാം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവാകം കാറ്റടിച്ചവനെ കണ്ടാൽ അറിയാം. അവന്റെ ജീവിത രീതി കണ്ടാൽ, അവന്റെ വസ്ത്രധാരണ കണ്ടാൽ, അവന്റെ സകല ഇടപാടുകളും കണ്ടാൽ അറിയാം ഇവൻ ഈ കാറ്റടിച്ചവനാണെന്ന്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവാകം കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ പ്രവാചകൻ അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുകയാണ്. ഉണങ്ങിയ ബന്ധം വിട്ട ഈ അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു ദൈവപ്രവൃത്തി ചലിച്ചു കേട്ടോ. സംഭവിച്ചത് എന്താണെന്നറിയാമോ? കാറ്റടിച്ചു. ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര നിഖിതന്മാരുടെ താഴ്വരയായി. അടുത്തത് ബന്ധം വിട്ട ജീവനറ്റ അഴുകലുകൾ ആരംഭിച്ച് ഉണങ്ങിയ അസ്ഥികളെ ദൈവം ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? ജീവനാകും ജീവിപ്പിക്കുന്ന കാറ്റടിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് വചനത്തിന്റെ വെളിപ്പാടിൽ ഒരു ദൈവശബ്ദം കൈമാറട്ടെ. പരിശുദ്ധാത്മാവാകും കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. ഈ രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഈ രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ദൈവസഭയിലെ പ്രിയമുള്ളവരുടെ മേൽ. ഹല്ലേലൂയ. ഈ കാറ്റൊന്ന് വീശട്ടെ. ആത്മീയമായി മരിച്ചു ഉണങ്ങിയ ബന്ധം വിട്ട അനുഭവങ്ങളിൽ നിന്ന് ഒരു സൈന്യമായി എഴുന്നേൽക്കേണ്ടതിന് ഈ കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ വലിയ ദൈവപ്രവൃത്തികൾക്ക് വിധേയപ്പെട്ട 120 പേര് 10 ദിവസം മാളിക മുറിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. സ്വർഗാരോഹണത്തിനനന്തരം 10ാമത്തെ ബന്ധക്കോസ്ത് നാളിൽ ആ ദിവസം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. ഒരു ദൂത് ഞാൻ കൈമാറാം. ഈ കാറ്റടിച്ചപ്പോൾ ആ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ജനം ആത്മനിറവ് പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. ഈ കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. ഈ കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറപ്പ് പങ്കുവെക്കാൻ ദൈവമക്കളെ, ആ നിറവ് കൂടി നമ്മൾ അനുഭവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഈ രാത്രി ആധരം തുറന്ന് ശക്തിയോടെ ആത്മനിയോഗത്തോടെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആധരം തുറന്ന് ഇന്ന് രാത്രി ശക്തിയോടെ കർത്താവിന് മഹത്വം കരയട്ടെ. എവിടെയെല്ലാം ഈ കാറ്റ് വീശിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ കാറ്റിന്റെ പ്രവൃത്തി നടന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ഈ കാറ്റ് വീശിയപ്പോൾ അവര് നിറവ് പ്രാപിച്ചു. ഇനി ഒരു ദൂതൂടെ പങ്കുവെക്കാം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ മുഴക്കം ഉണ്ടായി. 6-ാമത്തെ വാക്യത്തിലും കാണുന്നു ഈ മുഴക്കം പുരുഷാരവും കേട്ടു. മുഴക്കം ഉണ്ടായത് മാളികാമുറിയിൽ ഇരുന്നവർ മാത്രമല്ല കേട്ടത്, പുറത്തുണ്ടായിരുന്ന പുരുഷാരവും കേട്ടു. നമ്മൾ ഈ ഭയങ്കര ആരാധനയൊക്കെ നടത്തുമ്പോൾ ചിലരതിനെ എതിർക്കാറുള്ളേ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത്? എന്തിനാ ഇത്രയും കൈയടിക്കുന്നത്? എന്തിനാ ഇത്രയും പാട്ട് പാടുന്നത്? എന്തിനാ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്? ആരാധിച്ചാ പോരെ? മൗനമായിട്ടിരുന്നാലും ആരാധനയുടെ ഭാഗമാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ചിലർ ഈ ശബ്ദകോലാഹലങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അകത്താണെങ്കിലും പലരും വാസ്തവത്തിൽ പുറത്താണ്.
അവര് മുഴക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ മാളിക മുറിക്കകത്ത് വാസ്തവമായി പ്രാർത്ഥനയോടെ ഇരുന്നവൻ കേവലം മുഴക്കം മാത്രമല്ല കേട്ടത്, നിറവ് കൂടി അനുഭവിച്ചു. മാളിക മുറിക്കകത്ത് പ്രാർത്ഥനയോടെ ഇരുന്ന 120 പേരിൽ ഒന്നുപോലും മാറി നിൽക്കാതെ ഒരുപോലെ നിറവ് അനുഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറാം. അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ നിറവ് നാം ഒന്ന് പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ബഹളങ്ങളോ, നമ്മുടെ പ്രായമുള്ള പ്രിയമുള്ളവർക്ക് നമ്മെ പോലെ കൈയടിക്കാനും ശബ്ദം ഉയർത്താനൊന്നും കഴിയില്ല. അവര് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നന്നായിട്ട് കൈയടിച്ചാൽ, നല്ല ഉച്ചത്തിലൊരു സ്തോത്രം പറഞ്ഞാൽ തല ഇറങ്ങുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പ്രയാസങ്ങളുള്ളവരുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്. അവരൊന്നും ആരാധിക്കുന്നില്ലെന്നല്ല അർത്ഥം. ദൈവസന്നിധിയിൽ വന്നിരുന്ന പരമാർത്ഥ ഹൃദയത്തോട് ഒരു തുള്ളി കണ്ണുനീരേ ഉള്ളെങ്കിലും അതും ആരാധനയുടെ ഭാഗമാണ്. നല്ലൊരു സ്തോത്രമേ ഉള്ളെങ്കിലും അതും ആരാധനയുടെ ഭാഗമാണ് എന്ന് കരുതി ആരോഗ്യവും പ്രാപ്തിയുള്ളവരും മൗനമായിട്ടിരുന്നു പോകരുത്. ആദരത്തിന് ശബ്ദം ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കണം. കരങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. തകർത്ത് ഇല്ലായ്മ ചെയ്ത് വാദിച്ച എത്രയോ വെല്ലുവിളികൾ, അനുഭവങ്ങൾ ദുഷ്ടാത്മ സേനകൾ ആവിഷ്കരണം ചെയ്തു. പക്ഷെ ഇന്ന് രാത്രിയിലും ആയുഷോടെ നിൽക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയല്ലേ. എത്ര അപകടങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു, തീർന്നു പോകേണ്ടതല്ലായിരുന്നു. ഒരിക്കലൊരു മറ്റൊരു രാജ്യത്ത് വെച്ചൊരു വലിയ വാഹനം വന്ന് ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ ഇടിച്ചു. ഇടിച്ച വണ്ടി അവിടെ നിന്നു. ഞങ്ങളുടെ വാഹനം നിയന്ത്രണം തെറ്റി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മുൻപിലുള്ള ട്രാക്കിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇന്നും ഞങ്ങൾക്കറിയില്ല ദൈവമക്കളെ എന്താണ് സംഭവിച്ചതെന്ന്. ആരോ എടുത്ത് ആ വാഹനം കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത വിധത്തിൽ പാരലായിട്ട് വെക്കുന്ന പോലൊരു ദൈവപ്രവൃത്തി ഉണ്ടായി. അവിടെ ഞങ്ങൾ ഇറങ്ങി വാഹനത്തിൽ സഞ്ചരിച്ച് എനിക്കും അച്ഛനും ഒരു പോറൽ പോലും ഏൽക്കാതെ വണ്ണം ദൈവം പരിപാലിച്ചു. പോലീസ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. ഇതിനു മുമ്പ് അവിടെ അപകടം ഉണ്ടായപ്പോഴൊക്കെ ആളുകൾ മരണപ്പെട്ടു, എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇന്നും പറയാനുള്ളത് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന്റെ കരമെന്നാണ്. ഹല്ലേലൂയ. ഈ ആള് തീർന്നു കഴിഞ്ഞപ്പോൾ ഈ വൈകിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തകർന്ന്, ഞങ്ങൾ നാട്ടിൽ അടുത്തടുത്താണ് താമസിക്കുന്നത്, നമ്മൾ ഒരേ ഫ്ലൈറ്റിൽ അടുത്തടുത്ത് ഇന്ന് നാട്ടിലേക്ക് പോയി ഒന്നിച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്ത് മൺമറയേണ്ടവരാണ്. പക്ഷെ അതിന്റെ നടുവിലും വിടുവിച്ച ദൈവമാണ്. ദൈവമക്കളെ ഹല്ലേലൂയ. പ്രാണന് നേരെ വെല്ലുവിളിച്ചില്ലേ, ഈ കൈയും കാലും കൂടി ഇങ്ങനെ കൂട്ടിക്കെട്ടും, തലയിലും കൂടെ നല്ലൊരു കെട്ടങ്ങോട്ട് ചേർത്ത് കെട്ടും, മൊത്തത്തിൽ മൂടിപ്പൊതിഞ്ഞ തട്ടുള്ള പെട്ടിയാണെങ്കിൽ തട്ട് തട്ടി ഇറക്കി വെച്ച് കൊളുത്തിട്ട് സല്ലാറിനുള്ളിലും കല്ലറയ്ക്കുള്ളിലും ഇറക്കി വെക്കുന്ന പിശാചു വാദിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലും കെട്ടുവീഴാതെ കരത്തെയും കെട്ടുവീഴാതെ ആദരത്തെയും ആരോഗ്യമുള്ള ശരീരത്തെയും ബലമുള്ള കാലുകളെയും ദൈവം തന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിക്കാൻ പ്രാപ്തിയുള്ളവർ, ആരോഗ്യമുള്ളവർ, ബലമുള്ളവർ ബലത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാറ്റാണ്. പരിശുദ്ധാത്മാവ്, ഈ കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. ഈ കാറ്റ് വീശിയെടുത്തല്ല റിസൾട്ട് ഉണ്ട്. ഈ കാറ്റ് മാളിക മുറിയിൽ വീശിയപ്പോൾ 3000 പേര് സഭയോട് ചേർന്നു. ഈ കാറ്റ് ഉണങ്ങിയ അസ്ഥികളുടെ മേൽ വീശിയപ്പോൾ ഒരു സൈന്യം എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ ഈ കാറ്റ് ഞങ്ങളുടെ മേലൊന്ന് വീശട്ടെ. ആ ദൈവപ്രവൃത്തി, അതിന്റെ ചലനങ്ങൾ നമ്മിൽ മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരും അനുഭവിക്കട്ടെ. കർത്താവിനെ അറിയാത്തവർ അറിയട്ടെ. രക്ഷയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധാത്മാവാകും കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. അടുത്തത് തീയാണ്. തീയാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. ഈ തീ കത്തിക്കാൻ മനുഷ്യന് കഴിയില്ല. ലേവ്യ പുസ്തകം 10-ാം അധ്യായം. സമാഗമന കൂടാരത്തിന്റെ ധൂപത്തിലും ധൂപപീഠത്തിന്റെ വിളക്കിലുമൊക്കെ തിരിതെളിയിക്കാൻ മനുഷ്യൻ പരിശ്രമിച്ചു. നാദാബും അബീഹും ഒക്കെ മരിച്ചു വീണതിന് കാരണം അവര് തീ ഇറക്കിയത് കൊണ്ടാണ്. ഈ തീ കത്തിക്കാൻ മനുഷ്യന് കഴിയില്ല ദൈവമക്കളെ. ഈ തീ വരേണ്ടത് ഉയരത്തിൽ നിന്നുമാണ്. ഈ തീ വരേണ്ടത് ദൈവത്തിൽ നിന്നുമാണ്. ഈ തീയുടെ ഉറവിടം സ്വർഗമാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാകും തീ നമ്മുടെ മേലൊന്ന് ഇറങ്ങിയാൽ, ഞാൻ ഒരു കാര്യം നിയോഗത്തോടെ പറയാം. ഇന്നലകളിൽ കത്തിജ്വലിച്ച പലതും തിരികെട്ട കരിന്തിരികളായി മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരു കരിന്തിരിയായി മാറാൻ ദൈവം എന്നെ അനുവദിക്കല്ലേ. നന്നായി കത്തിയൊരു വിറക് കരിക്കട്ടയായി ഉപയോഗശൂന്യമായി തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ ആയുസ്സിന്റെ അവസാന നിമിഷം വരെ ഈ ദൈവാത്മാവിന്റെ തീ എന്നിലൊന്ന് ജ്വലിക്കട്ടെ. ഒരു കനലായിട്ട് എന്നെ ഒന്ന് നിർത്തണമേ. കനലിന്റെ പ്രത്യേകത ഞാൻ പറയാം ദൈവമക്കളെ, ചേർന്ന് നിൽക്കുന്നതിനും പ്രയോജനമാണ്. കനല് പ്രയോജനപ്പെടും, ചേർന്ന് നിൽക്കുന്നതിനും പ്രയോജനപ്പെടും. കനലിനകത്തുനിന്ന് തീ കെട്ടുപോയാൽ കരിക്കട്ടയാണ്.
പലരും കരിവാരി തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാരണം എന്താണെന്നറിയാമോ? തീ കെട്ടുപോയി, അവർക്കും പ്രയോജനമില്ല, ചേർന്ന് നിൽക്കുന്നതിനും പ്രയോജനമില്ല. എന്നാൽ കനലായിട്ട് തുടരുന്നതിനോടൊപ്പം വിലപിടിപ്പുള്ള ലോകമിട്ടാലും പിന്നെയും പ്രയോജനമുള്ളതാക്കി മാറ്റാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പരിശുദ്ധാത്മാവാകും തീ നമ്മിലേക്കൊന്നിറങ്ങി ഒരു കനലായിട്ട് നമ്മെ നിർത്തട്ടെ. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആത്മനിയോഗമുണ്ട്. അടുത്തത് വേഗത്തിലൊന്ന് പങ്കുവെക്കുന്നു. പ്രാവാണ്. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ കലങ്ങി മറിയുന്ന യോർദാനിൽ സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റ് ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന യേശുവിന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. പഴയ നിയമത്തിൽ യാഗത്തിന് അനുവദിക്കപ്പെട്ട ഏക പക്ഷി പ്രാവാണ്. മറ്റൊരു പക്ഷിയും അനുവദിച്ചിട്ടില്ല. നിഷ്കളങ്കതയുടെ, ശാന്തതയുടെ പ്രതീകമാണ്. അഭിഷേക തൈലം, മണ്ണിൽ വളർന്നു വരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളെ എടുത്ത് അതിൻ്റെ കൃത്യമായ അളവുകൾ പരിശോധിച്ച് ആ എണ്ണ കൊമ്പിന്മേലോ പാത്രത്തിന്മേലോ ശേഖരിച്ച് ഒരുവന്റെ ശിരസിന്റെ മേൽ പകരുമ്പോൾ അവൻ അഭിഷക്തനാകുന്നത് പഴയ നിയമത്തിന്റെ കണക്കാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവമക്കളെ, പുതിയ നിയമത്തിന്റെ അഭിഷേകം മണ്ണിൽ വളർന്നു വരുന്ന സുഗന്ധവ്യഞ്ജനത്തിൽ നിന്നുള്ളതല്ല. പുതിയ നിയമത്തിന്റെ അഭിഷേകം ഉയരത്തിൽ നിന്നാണ്, ആകാശത്തിൽ നിന്ന്, വിണ്ണിൽ നിന്ന്. ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. വലിയ ദൈവിക വിടുതലുകൾ ഒന്ന് ചലിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി ആഴങ്ങളിലൊന്ന് വെളിപ്പെട്ടു വരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവിന്റെ ദാസൻ സജി പാസോട് ദൈവാത്മാവ് കൃത്യതയോടെ ഇടപെടുന്നു. വെളിപ്പാടുകളുടെ ആഴങ്ങളെ പകർന്ന് ഈ നിന്റെ ദാസനെ അതിശക്തമായിട്ട് ദൈവത്തിന് ഇനിയും ഉപയോഗിക്കാൻ പദ്ധതികൾ ഉണ്ടെന്ന്, വചന വെളിപ്പാടിന്റെ ആഴങ്ങൾ, വചനത്തിന്റെ മേലുള്ള പരമാധികാരങ്ങൾ കർത്താവ് പകർന്നു നൽകും. നാവിന്റെ മേൽ അധികാരത്തെ ദൈവം തരും. ദർശനങ്ങളെ കർത്താവ് നൽകും. വിടുതലുകളുടെ ആഴങ്ങൾ ദൈവാത്മാവ് ചെയ്യുമെന്ന് ഈ രാത്രിയിലും ദൈവാത്മാവ് കൃത്യതയോടെ ഇടപെടുന്നല്ലോ. ശമന റഗദനഗടകസിയാന റംധൽ കമർ കമന ഹാദരഗടകസിയാന്തരാധരാധിയാന. ചുറ്റിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ ഈ നിന്റെ ദാസന്റെ ജീവിതത്തിന്റെ മേൽ അടിക്കുമ്പോൾ അത് അനേകർക്ക് വിടുതലിന് കാരണമായി തീരുമെന്ന് ചിലരെ നേടാൻ കണ്ണുനീരോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യും. ഒന്ന് ആത്മാവിൽ ആമേൻ പറഞ്ഞു. കണ്ണുനീരോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യും. എവിടെ വിതച്ചോ അവിടെയാ കൊയ്ത്ത്. കൊയ്ത്ത് എവിടെ വിതച്ചോ അവിടെയാ കൊയ്ത്ത്. പാടത്തിൽ വിതയും പർവ്വതത്തിൽ കൊയ്ത്തുമല്ല, എവിടെ വിതച്ചോ അവിടെയാണ് കൊയ്ത്ത്. ഒരു ദൈവ പ്രവൃത്തി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ദൈവിക വിടുതലുകളെ കർത്താവ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഒരു നിറവ് നമ്മുടെ മേലൊന്ന് പകരട്ടെ. നമ്മുടെ പിതാക്കന്മാരൊക്കെ എത്ര ശ്രേഷ്ഠകരമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. വെളിപ്പാടുകളുടെ അനുഭവങ്ങളെ കർത്താവ് പകർന്നു കൊടുത്തില്ലേ? ദൈവം ഉപയോഗിച്ചില്ലേ? ദൈവം ആദരിച്ചില്ലേ? ഈ തലമുറയിൽ ദൈവം നമ്മെ ഒന്ന് ഉപയോഗിക്കട്ടെ. ആ ആഗ്രഹമുള്ള ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ നിറവ് എനിക്ക് വേണം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം. കർത്താവേ, ആ നിയോഗത്തെ എൻ്റെ മേലൊന്ന് പകരണമേ. ദൈവാത്മാവേ, അനേകരെ നേടാൻ അവിടുത്തെ കൃപാവരങ്ങളുടെ ജ്വലനത്തെ എൻ്റെ മേലൊന്ന് പകരണമേ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ആശ്വാസപ്രദന്റെ കരത്തിന്റെ പ്രവൃത്തി ഒന്ന് അനുഭവിക്കട്ടെ. വഴികാട്ടുന്ന പരിശുദ്ധാത്മാവ്, വഴി അടഞ്ഞു പോയവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി വഴിയായവൻ വഴി തുറക്കണമേ. വലിയ വിടുതലുകൾ, ആഗോള വ്യാപകമായി വലിയ പ്രതിസന്ധികൾ, തകർന്നു പോകുമെന്നും പരാജയപ്പെടുമെന്നും ഒക്കെ വാദിക്കുന്ന തലങ്ങൾ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കും. നിറഞ്ഞ മനസ്സോടെ ഈ നിന്റെ ജനത്തെ ഒരു എളിയ സുവിശേഷകൻ എന്ന നിലയിൽ അങ്ങടിയന്റെ മേൽ പകർന്ന അധികാരത്തിലും അഭിഷേകത്തിലും ആത്മനിയോഗത്തിലും പ്രാർത്ഥനയോടുകൂടെയും സമർപ്പണത്തോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രിയമുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന എല്ലാ ദൈവജനത്തിനും പ്രത്യേകം നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ് പാസ്റ്റർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. നാളെ മുതൽ 21 ദിവസം ഉപവസിപ്പാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വാക്ക് എന്നെയും കൂടി ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. ഒരു സുവിശേഷകനായി ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തീകരിക്കേണ്ടതിന് വേണ്ട ദൈവകൃപ കർത്താവ് അടിയന്റെ മേൽ പകരേണ്ടതിന്
എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനിലൂടെ നമ്മളോടുള്ള ദൈവികാലോചന ഇന്ന് രാത്രിയിലും കേൾപ്പാനിടയായി തീർന്നല്ലോ. ദൈവാത്മാവ് തന്നെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവാത്മാവ് ശക്തീകരിക്കേണ്ടതിന്, ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു നിയന്ത്രണം നമ്മിൽ ഉണ്ടാകേണ്ടതിനായി എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ഇന്ന് ശക്തമായി ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നല്ലോ. ദൈവം താൻ പറഞ്ഞതുപോലെ ഒരു നല്ല സുവിശേഷകനായി, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി കർത്താവ് അഭിഷേകം ചെയ്ത് കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടുള്ള ദൈവികാലോചന ദൈവസഭയോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവികാലോചന കേൾപ്പാൻ ദൈവം ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യും. ലോകമാം കടൽ തീരത്തള്ളലിൽ ൂകുമിവൻ പാറയിൻ വിള്ളലിൽ, ലോകമാം കടൽ തീരത്തള്ളലിൽ ൂകുമിവൻ പാറയിൻ വിള്ളലിൽ, ഈവിധ സ്നേഹിതൻ പാരില, ഈവിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ, വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ, ആയൻ പ്രിയ ഓ നല്ലവൻ, ആയൻ പ്രിയൻ ഓ നല്ലവൻ. ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ എല്ലാ സ്വർഗം അനുഗ്രഹിക്കേണ്ട, പ്രത്യേകിച്ച് ദോഹയൊക്കെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യങ്ങള്, ഹല്ലേലൂയ, ദൈവം ഇതിന്റെ ഒക്കെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവസഭയെ ദൈവവിദേശത്ത് മാനിക്കേണ്ടതിന് ഇന്ന് രാത്രി കേട്ടതുപോലെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൈവസഭയെ ഇവിടെ നട്ടതെങ്കിൽ അവനത് നടത്തുവാൻ, ഹല്ലേലൂയ, അത് അവസാനം വരെ കർത്താവിന്റെ നിത്യയോളം എത്തിപ്പാൻ ദൈവം വിശ്വസ്തനാ. നമ്മുടെ കരം പിടിച്ച് ഹല്ലേലൂയ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും വഴി നടത്തേണ്ടതിന്, ഈ പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവ് സഹായിക്കേണ്ടതിന് എല്ലാവരും ദൈവസ്ഥലിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത പല ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ആവശ്യഭാരത്തോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് സംസാരിച്ച ഈ ദൈവവചനം ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ, നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ, നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ പണിയുവാൻ ശക്തനാണ്. കർത്താവിന്റെ ദാസനോട് കേൾപ്പിച്ച വചനം ആ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് ക്രിയ ചെയ്യേണ്ടതിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രത്യേകാൽ പ്രിയ ഷിജു പാസ്റ്ററുടെ വിഷയങ്ങൾ നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പാം. ആ കുഞ്ഞുങ്ങളുടെ വിഷയമൊക്കെ എത്രയും പെട്ടെന്നായി ദൈവം തന്നെ മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറ്റി ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. രോഗികളായി ഭാരപ്പെടുന്നവര്, ഹല്ലേലൂയ, ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരണം. പ്രത്യേകാൽ ദൈവസഭയെ ഈ ദേശത്ത് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചെങ്കിൽ കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേൾപ്പിച്ചതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തില്, ദൈവസഭയുടെ ഹല്ലേലൂയ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ നാളെ മുതൽ 21 ദിവസം ഉപവാസത്തോടെ ആയിരിക്കുന്നല്ലോ. ദൈവം വലിയ പ്രവൃത്തി തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നല്ല ശുശ്രൂഷകനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പ്രിയ ഷിജു തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും കർത്താവ് ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവ് ഞങ്ങളുടെ സഭയായി ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ
ദൈവങ്ങളെ സഹായിച്ച കൃപയ്ക്കാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് വലിയ വിശ്വസ്തതയ്ക്കാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുന്ന കൃപയ്ക്കാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. വേദനപ്പെട്ട മനസ്സുകളെ കർത്താവെ ആശ്വസിപ്പിക്കുന്ന ദൈവം നീയാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഹാലേലുയ കർത്താവെ, ഹാലേലു. ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും ഞങ്ങളെ നയിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവവചനത്തിൽ നിന്ന് കർത്താവെ കേൾപ്പാൻ ദൈവങ്ങളെ സഹായിച്ച കൃപയ്ക്കാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസനെ ഞങ്ങളുടെ മുമ്പ് കർത്താവ് നടുവിൽ ദൈവം അയച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഹാലേലുയ. ശക്തമായ ദൈവവചനം കർത്താവെ. ഹാലേലുയ. കർത്താവെ കൂടെ കേൾക്കുവാൻ ദൈവങ്ങളെ സഹായിച്ച കൃപയ്ക്കാ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കർത്താവെ പലവിധമായ പ്രവർത്തനങ്ങളെ കുറിച്ചും കർത്താവെ ഹാലേലുയ കേൾക്കുവാൻ ദൈവങ്ങളെ സഹായിച്ച കൃപയ്ക്കാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹാലേലു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ദൈവം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ ഞങ്ങളെ കർത്താവെ സകല സത്യത്തിലും വഴി നടത്തുന്ന കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കാ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഹാലേലുയ കർത്താവെ. നല്ലൊരു കർത്താവെ ഹാലേലുയ സഹായകനായി, നല്ലൊരു കർത്താവെ ഹാലേലുയ അഡ്വക്കേറ്റായി കർത്താവെ, നല്ലൊരു കർത്താവ് ആശ്വാസപ്രദനായി കർത്താവെ ഞങ്ങളോട് കൂടെ കർത്താവ് ഇരിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരും കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കാതെ ഇരിക്കുമ്പോൾ ഹാലേലുയ പരിശുദ്ധാത്മാവിന്റെ കർത്താവെ ഹാലേലുയ സാന്നിധ്യത്താൽ കർത്താവെ ഹാലേലുയ കർത്താവെ ആശ്വാസം ലഭിപ്പാൻ കർത്താവ് ദൈവങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കാ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കർത്താവെ പരിശുദ്ധാത്മാവിനെ എപ്പോഴും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു കർത്താവെ. ഹാലേലുയ കർത്താവെ. എന്നാൽ കർത്താവെ ഹാലേലുയ ഹാലേലുയ കർത്താവെ ദൈവമായിരിക്കുന്ന കർത്താവെ കേവലം കർത്താവെ ശക്തി മാത്രമല്ല വ്യക്തിയായി കൂടെ കർത്താവെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർത്താവ്, ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ സഞ്ചരിക്കുന്ന, ഞങ്ങളോട് കൂടെ സംസാരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവ് കർത്താവെ ഹാലിൽ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ വേദനകളെ അറിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ ഹാലേലുയ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന് വേണ്ടി കർത്താവെ ആയി ഞങ്ങൾ കർത്താവ് ദൈവത്തോട് കർത്താവ് നന്ദി പറയുകയാണ് കർത്താവെ. സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിൽ കർത്താവെ ഹാലേലുയ ഹാലേലുയ കർത്താവെ ഹാലേലുയ ഉറപ്പ് പ്രാപിപ്പാൻ ഹാലേലുയ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലുയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നാളുകൾ കർത്താവെ ഹാലേലുയ കൂടുതൽ കർത്താവെ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് കർത്താവെ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലുയ ഓരോ വ്യക്തികൾക്കും കർത്താവെ ഈ പരിശുദ്ധാത്മാവിന്റെ പേഴ്സണലായിട്ടുള്ള ഇടപെടൽ കർത്താവെ അനുഭവിപ്പാൻ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹമോ ഞങ്ങളുടെ പ്ലാനോ ഞങ്ങളുടെ പദ്ധതികളോ ഒന്നുമല്ല, മറിച്ച് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണ പ്രകാരം കർത്താവ് ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക്, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് ഈ നാളുകളിൽ വിധേയപ്പെടുന്നവരായി കർത്താവെ സഭയായി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ കർത്താവ്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങൾ ഓരോരുത്തരും കർത്താവെ ഹാലേലുയ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹാലേലുയ ഹാലേലുയ കർത്താവെ. ഹാലേലുയ ക്രിസ്തു കേന്ദ്രീകൃതമായ കർത്താവെ ഹാലേലുയ ഒരു കർത്താവെ ഹാലേലുയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ദൈവം കൊണ്ടെത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ആവാസം കർത്താവ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കർത്താവ്. പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ കർത്താവെ ഹാലേലുയ നിലപാടുകൾ കൊണ്ട്, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് കർത്താവ് പലപ്പോഴും കർത്താവ് ഞങ്ങൾക്ക് അത് അനുഭവവേദ്യമാക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം കർത്താവെ ഹാലേലുയ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഹാലേലുയ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹാലേലുയ നിരദാസന ദൈവം വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേകർക്ക് പ്രയോജനമാകും വണ്ണം, അനേക സഭകൾക്ക് കർത്താവെ, അനേക വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് പ്രയോജനമാകും വണ്ണം കർത്താവിന്റെ ദാസനെ ദൈവം വീണ്ടും ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക കൃപകളാൽ ദൈവം വീണ്ടും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവിധ പരിശുദ്ധാത്മാവിന്റെ കൃപകളാലും കൃപാവരങ്ങളാലും നിരദാസനെ ദൈവം നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. തന്നെ കുടുംബമായി ദൈവം ബലപ്പെടുത്താൻ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കർത്താവെ ഹാലേലുയ ആത്മീയ ജീവിതം, തന്റെ ശുശ്രൂഷ മേഖലകളൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നാളെ മുതൽ താൻ ഫാസ്റ്റിംഗിലായിരിക്കുന്നല്ലോ കർത്താവെ. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലുയ കർത്താവെ ഹാലേലുയ. അതുപോലെ തന്നെ കർത്താവ് ദൈവദാസനെ കുടുംബമായി
കർത്താവിനായി ഈ സമയം ഞങ്ങൾ ഓൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ കർത്താവെ ഹാലൽ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസന് ദൈവം ബലപ്പെടുത്തി കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഹാലലുയ. സജിപാഷ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥന്മാരെയൊക്കെയും ഈ സമയം ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണം. കർത്താവ് ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളെയും ദൈവം കർത്താവ് ഒരു പ്രാവശ്യം കൂടി ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവമാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും വിശ്വാസത്താൽ കർത്താവെ ഹാലേലുയ വീണ്ടും കർത്താവ് ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ പ്രാർത്ഥന യാചന സ്വർഗം ശ്രദ്ധ വെച്ച് കിടപ്പയ്ക്കായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വം ഒപ്പത്തിനെടുക്കണം. എല്ലാ ഞങ്ങൾക്ക് അജീവമണി ജയിച്ചിട്ട് നാമത്തിൽ താഴെ ഉപേക്ഷിക്കുന്നവരുടെ സ്വർഗീയ എന്നുള്ള പിതാവേ. ആമേൻ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന് അഗപ്പെ ചർച്ച് ഖത്തറിന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ലേറ്റ് നൈറ്റിലും നമ്മോടൊപ്പം സുവിശേഷം ദൈവവചനം പ്രസംഗിപ്പാൻ കാണിച്ച നല്ല സന്മനസ്സിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലങ്ങളാൽ നിറയ്ക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേക ദൈവദാസനെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ടും നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.